ദെൻ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന കുറച്ച് ഡിവിഡൻറ്റ് പോളിസീസിൻ്റെ ടൈപ്സാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ വരുന്നത് റെഗുലർ ഡിവിഡൻറ്റ് പോളിസി ഉണ്ട്, സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസി ഉണ്ട്, ഇറഗുലർ ഡിവിഡൻറ്റ് പോളിസി ഉണ്ട്, നോ ഡിവിഡൻറ്റ് പോളിസി ഉണ്ട്. റെഗുലർ ഡിവിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കമ്പനി വിൽ ബി പേയിങ് കോൺസ്റ്റൻറ്റ് ഡിവിഡൻറ്റ് എവറി ഇയർ. എല്ലാ വർഷവും ഒരു ഫിക്സഡ് കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചില കേസിൽ റെഗുലർ ഡിവിഡൻറ്റ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ റെഗുലർ ഫിക്സഡ് ഡിവിഡൻറ്റ് എല്ലാ വർഷവും കൊടുക്കും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഇൻ കേസ് കമ്പനി ഏതെങ്കിലും ഇയറിൽ ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന കേസാണെങ്കിൽ അതിനൊരു ചെറിയൊരു എക്സ്ട്രാ ഡിവിഡൻറ്റ് കൂടെ കമ്പനികൾ പേ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെ പ്രോഫിറ്റ് ആണെങ്കിൽ ഫിക്സഡ് കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആയിരിക്കും. അതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ആ എക്സസ് പ്രോഫിറ്റിനുള്ള ചെറിയൊരു ഡിവിഡൻറ്റ് കൂടെ എക്സ്ട്രാ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസിയാണ്. സ്റ്റേബിൾ ഡിവിഡൻറ്റിൽ കൊടുക്കുന്ന ഡിവിഡൻറ്റ് എമൗണ്ട് അല്ല, പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻറ്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും എപ്പോഴും ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. അത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 10%, കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 40%, കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 20%. പ്രോഫിറ്റ് കൂടുമ്പോഴും കുറയുമ്പോഴും എന്ത് ചെയ്യും, ഡിവിഡൻറ്റിലും എമൗണ്ടിൽ ചേഞ്ച് വരും. ബട്ട് പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് എപ്പോഴും എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. റെഗുലർ ഡിവിഡൻറ്റിലാണെങ്കിൽ കൊടുക്കുന്ന പെർസെൻറ്റേജ് അല്ല, എമൗണ്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർക്ക് എല്ലാ വർഷവും 10 rupees ഡിവിഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് റെഗുലർ ഡിവിഡൻറ്റ് പോളിസിയാണ്. എല്ലാ വർഷവും 10% ഓഫ് പ്രോഫിറ്റ് ഡിവിഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസിയാണ്. നെക്സ്റ്റ് ഇസ് ഇറഗുലർ ആണ്. ഇറഗുലർ ആകുമ്പോൾ അങ്ങനെ ഒരു ഫിക്സ്ഡ് ഡിവിഡൻറ്റിൻ്റെ റേറ്റോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡിവിഡൻറ്റ് എമൗണ്ടും ഉണ്ടാവില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇയർ. അപ്പോൾ ഓരോ ഇയറിലും വരുന്ന പ്രോഫിറ്റ് എന്താണോ ആ പ്രോഫിറ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ആ വർഷത്തിൽ ഡിവിഡൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ നോ ഡിവിഡൻറ്റ് പോളിസിയാണ്. നോ ഡിവിഡൻറ്റിൻ്റെ കേസിൽ കമ്പനി ഡിവിഡൻ്റായിട്ട് എന്ത് ചെയ്യില്ല, ഒരു എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. കാരണം കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടി കമ്പനികൾ റീറ്റെയിൻ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനെ വെക്കണമെങ്കിൽ കമ്പനിക്ക് എപ്പോഴും നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കണം. കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിന് എക്സ്ട്രാ റിട്ടേൺ ഈ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൽ ഏർണിങ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കമ്പനി ഫുൾ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കമ്പനിയിൽ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. പ്ലസ് ഇൻവെസ്റ്റേഴ്സും അത് ആക്സെപ്റ്റ് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പം അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമുക്ക് ഫുൾ എമൗണ്ട് റീറ്റെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഡിവിഡൻറ്റ് പോളിസീസ്. ദെൻ ഡിവിഡൻറ്റ് പോളിസിയിലും നമ്മൾ നോർമലി പറയുന്നത് പോലെ ഒരു ഒപ്റ്റിമം ഡിവിഡൻറ്റ് പോളിസി എപ്പോഴും കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒപ്റ്റിമം ഡിവിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിവിഡൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുമ്പോഴും അത് കമ്പനിയുടെ വാല്യൂവിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻറ്റ് പോളിസി കമ്പനിയുടെ വാല്യൂ കൂട്ടുന്ന ഡിവിഡൻറ്റ് പോളിസി ആയിരിക്കണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കമ്പനികളും ഒരേ പോളിസി ആവില്ല ഫോളോ ചെയ്യുന്നത്. ചില കമ്പനികളിൽ ഡിവിഡൻറ്റ് കൊടുക്കുന്ന കേസിൽ ആ കമ്പനിയുടെ വാല്യൂ കൂടുന്നുണ്ടായിരിക്കും. ചില കമ്പനികളിൽ ഡിവിഡൻറ്റ് റീറ്റെയിൻ ചെയ്യുന്ന കേസിൽ കമ്പനിയുടെ വാല്യൂ കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏത് പോളിസി യൂസ് ചെയ്യുമ്പോഴാണ് കമ്പനിയുടെ വാല്യൂ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ ഒപ്റ്റിമൽ ഡിവിഡൻറ്റ് പോളിസി. അപ്പം കിട്ടിയ പ്രോഫിറ്റിന് എത്ര പെർസെൻറ്റേജ് ഡിവിഡൻറ്റ് കൊടുക്കാം, അതുപോലെ എത്ര പെർസെൻറ്റേജ് കമ്പനിക്ക് വേണ്ടി റീറ്റെയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് പെർസെൻറ്റേജ് യൂസ് ചെയ്യുമ്പോഴാണ് കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് കമ്പനിയുടെ ഡിവിഡൻറ്റ് പോളിസി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ചില കമ്പനികളിൽ ഹൈ ഡിവിഡൻറ്റ് കൊടുക്കുമ്പോഴായിരിക്കും വാല്യൂ കൂടുക, ചില കമ്പനികൾ ഡിവിഡൻറ്റ് കൊടുക്കാതിരിക്കുമ്പോഴായിരിക്കും വാല്യൂ കൂടുക. അപ്പോൾ ഓരോ കമ്പനിയിലും ഒപ്റ്റിമൽ ഡിവിഡൻറ്റ് പോളിസി ഉണ്ടായിരിക്കും ആ കമ്പനിയുടെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ അതിനെ സ്റ്റേറ്റ് ചെയ്യുന്ന കുറച്ച് തിയറീസാണ് നമുക്ക് നോക്കാനുള്ളത്, എങ്ങനെയാണ് ഈ ഒപ്റ്റിമൽ ഡിവിഡൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അത് ഓരോ തിയറിയിലും ഓരോ ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും പറയുക. ചില തിയറീസ് പറയുന്നത് ഡിവിഡൻറ്റ് കൊടുത്താൽ വാല്യൂ കൂടും, ചില തിയറീസ് ഡിവിഡൻറ്റ് കൊടുത്തില്ലെങ്കിൽ വാല്യൂ കൂടും എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഓരോ തിയറീസാണ് നമുക്ക് നോക്കാനുള്ളത്. മെയിൻലി there are 3 theories. First is Modigliani-Miller approach, then Walters dividend model, and third is Gordon's dividend model. ഈ 3 മോഡൽസാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് വരുന്നത് മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ചാണ്. മോഡിഗ്ലാനി-മില്ലറിൽ പറയുന്ന കാര്യത്തേ ഉള്ളൂ, ഡിവിഡൻറ്റ് പോളിസി ഈസ് ഇർറിലവൻറ്റ്. ഡിവിഡൻറ്റ് പോളിസി ഒരിക്കലും കമ്പനിയുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഡിവിഡൻറ്റ് കൂടുതൽ കൊടുത്താലും ഡിവിഡൻറ്റ് കുറച്ച് കൊടുത്താലും കമ്പനിയുടെ വാല്യൂവിൽ ഒരിക്കലും അത് അല്ലെങ്കിൽ ഷെയർസിൻ്റെ വാല്യൂവിലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഡിവിഡൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മോഡിഗ്ലാനി-മില്ലർ
അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാൻ ഡിവിഡൻറ്റ് കൊടുക്കുന്ന കേസിൽ നമ്മൾ പറഞ്ഞ വാല്യൂ കൂടണം എന്നില്ല, അല്ലെങ്കിൽ വാല്യൂ കൂടില്ല, പഴയ വാല്യൂ തന്നെ നമുക്ക് ഷെയർസിന് കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഡിവിഡൻറ്റ് കൊടുക്കുന്ന കേസാണെങ്കിൽ ഫുൾ ഡിവിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ റിട്ടേൺ ഏർണിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് വരികയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും? ഒന്നെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡെപ്റ്റ് സോഴ്സിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയ ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഷെയർസ് കൂടുന്നുണ്ടായിരിക്കും. പഴയ നമ്പർ ഓഫ് ഷെയർസിൽ നിന്ന് പുതിയ നമ്പർ ഓഫ് ഷെയർസിലേക്ക് വരുമ്പോൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടും. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടുമ്പോൾ നോർമലി മാർക്കറ്റിൽ ഷെയർസിൻ്റെ സപ്ലൈ കൂടുക എന്നുള്ളതാണ്. അപ്പോൾ സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ നോർമലി ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ ഡിക്രീസ് വരാം. സോ ഡിവിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഷെയർസിൻ്റെ വാല്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻ കേസ് നമ്മൾ പുതിയ ഷെയർസിന് പകരം നമ്മൾ ഏതെങ്കിലും ഡെപ്റ്റ് സോഴ്സിൽ നിന്ന് ഫണ്ട് എടുത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്റ്റ് കൂടുമ്പോൾ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് കൂടാൻ ചാൻസ് ഉണ്ട്. റിസ്ക് കൂടിക്കഴിഞ്ഞാൽ നോർമലി ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? കൂടുതൽ ഡിവിഡൻറ്റ് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ ഡിവിഡൻറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകും. അപ്പോൾ ഡിവിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാലും കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ കൂടില്ല, പകരം ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഇനി ഡിവിഡൻറ്റ് കൊടുക്കാത്ത കേസിൽ ഡിവിഡൻറ്റ് കൊടുക്കുന്നില്ല, ഫുൾ എമൗണ്ട് കമ്പനി റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ പുതിയ ഫണ്ടൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, റേസ് ചെയ്യുന്നില്ല. മീൻസ് എക്സ്ട്രാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ഷെയർസോ അല്ലെങ്കിൽ അഡീഷണൽ ഡെപ്റ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കുറയും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നമ്പർ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഷെയർസിന് കിട്ടുന്ന ഏർണിങ്സ് പെർ ഷെയർ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഷെയർസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഷെയർസിൻ്റെ കേസിൽ ഫുൾ എമൗണ്ട് റീറ്റെയിൻ ചെയ്യുമ്പോൾ ആ റീറ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഇവർക്ക് എക്സ്ട്രാ റിട്ടേൺ കമ്പനിക്ക് ഫ്യൂച്ചറിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ മെല്ലെ മെല്ലെ കൂടണം. ഇതിൻ്റെ കൂടെ ഈ റിട്ടേൺ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ പറ്റും. ദെൻ ഫ്യൂച്ചറിൽ ഷെയർസൊക്കെ സെല്ല് ചെയ്യുന്ന കേസിൽ, ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ്, ആ ഷെയർസ് നമ്മൾ ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്കതിന് കുറച്ചും കൂടെ ഹൈ പ്രൈസിൽ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ പ്രോഫിറ്റ് ആ കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് എക്സ്ട്രാ പ്രോഫിറ്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ പറയുന്ന ഇത്രയും ഡിവിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ കുറയും, അതുപോലെ ഡിവിഡൻറ്റ് കൊടുത്തില്ലെങ്കിൽ വാല്യൂ കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഡിവിഡൻറ്റ് കൊടുക്കുക എന്നുള്ളത് കമ്പനിയുടെ വാല്യൂവിനെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഡിവിഡൻറ്റ് ഇറലവൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിൻ്റെ പ്രൂഫായിട്ട് പറയുന്നത് നോർമലി നമ്മൾ പറയുന്നൊരു ഇക്വേഷനാണ്. അപ്രോച്ചിൽ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് N+M × P1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ P1 എന്ന് പറഞ്ഞാൽ ഷെയർസിൻ്റെ ഫ്യൂച്ചറിൽ വരുന്ന, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ വരാൻ പോകുന്ന മാർക്കറ്റ് പ്രൈസ് ആണ്. ദെൻ P1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് P0 × 1 + KE - D1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ P0 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏത് ഇയറിലാണ് നമ്മൾ വാല്യൂ മെഷർ ചെയ്യുന്നതെങ്കിൽ ആ ഇയറിൽ വരുന്ന ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആണ്. ദെൻ KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. D1 നെക്സ്റ്റ് ഇയറിൽ വരാൻ പോകുന്ന ഡിവിഡൻറ്റിൻ്റെ വാല്യൂ ആണ്. ദെൻ N എന്ന് പറയുന്ന നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ആണ്. M എന്ന് പറയുന്ന നമ്പർ ഓഫ് അഡീഷണൽ ഷെയർസ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അപ്രോച്ചിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് നോക്കാനുള്ളത് ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ വാല്യൂ കുറയുന്നതോ ഡിവിഡൻറ്റ് കൊടുക്കാത്തപ്പോൾ വാല്യൂ കൂടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതിൽ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിരിക്കും. എമ്മിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ നമ്മുടെ കയ്യിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് I - E - N × D1 ഡിവൈഡഡ് ബൈ P1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എമ്മിൻ്റെ വാല്യൂ, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. I എന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, E ഏർണിങ്സ് ആണ്, N നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ആണ്, D1 ഫ്യൂച്ചറിൽ വരുന്ന നെക്സ്റ്റ് ഇയറിൽ വരുന്ന ഡിവിഡൻറ്റ് ആണ്, P1 നെക്സ്റ്റ് ഇയർ വരുന്ന മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക, വാല്യൂൻ്റെ ഇക്വേഷനും അതുപോലെ എമ്മിൻ്റെ ഇക്വേഷനും. ഇനി എം അഡീഷണൽ ഷെയർസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വേണ്ട, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ കൂടെ യൂസ് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൈരളി ഫൈനാൻസ് ലിമിറ്റഡ് ഹാസ് 15,000 equity shares outstanding as on date, and currently the shares of the company are being traded at a price of 125 rupees per share, and it is expected that the firm would pay dividend of rupees 5 per share in the next year, and the firm has a project in hand requiring
new investment of 5 lakh rupees and the shareholders expected rate of return is 12% and the firm expect to have net profit of 2,50,000 rupees and at the end of the year illustrate approach and that payment of dividend has no impact on the value of the firm. ഡിവിഡൻഡ് കൊടുത്താൽ വാല്യൂ കൂടില്ല എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. 15,000 എന്നുള്ള വാല്യൂ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് ആണ്. ദെൻ 125 പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർസിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ദെൻ 5 rupees നെക്സ്റ്റ് ഇയറിൽ കൊടുക്കാൻ പോകുന്ന ഡിവിഡൻറ്റിൻ്റെ വാല്യൂ ആണ്. 5 lakhs കമ്പനിക്ക് ആവശ്യമുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആണ്. ദെൻ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഷെയർ റിട്ടേൺ ആയിട്ട് വരുന്നത് 12% ആണ്. ദെൻ പ്രോഫിറ്റിൻ്റെ വാല്യൂ വരുന്നത് 2,50,000 ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് വെച്ചാണ് നമ്മൾ അപ്രോച്ചിൽ വാല്യൂ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇക്വേഷനകത്തേക്ക് വേണ്ട വാല്യൂസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ m+n × P1 വേണം. അതുപോലെ P1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ P0 × 1 + KE - D1 വേണം. m കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ I - E - n × D1 / P1. 3 ഇക്വേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ബിക്കോസ് ക്വസ്റ്റിനകത്ത് P0 കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്, ഫ്യൂച്ചറിലെ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടില്ല. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ വരുന്ന മാർക്കറ്റ് പ്രൈസ് P1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം P1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. P0 × 1 + KE - D1 ആണ്. അപ്പോൾ അതിൽ P0 125 ആണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ KEയുടെ വാല്യൂ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. അപ്പോൾ അത് 12% ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇയറിൽ കൊടുക്കാൻ പോകുന്ന ഡിവിഡൻറ്റിൻ്റെ വാല്യൂ D1 5 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആ ഇക്വേഷനിൽ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 125 × 1 + 0.12 - 5 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ 135 ആയിരിക്കും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മാർക്കറ്റ് പ്രൈസ് എമൗണ്ട് വരുന്നത്. ദെൻ അഡീഷണൽ ഷെയർസിൻ്റെ നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമുക്ക് 5 lakh rupees വരുന്നുണ്ട്. അതിനകത്തുനിന്ന് കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രോഫിറ്റും അതുപോലെ എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ വാല്യൂ കൂടെ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 5 lakh മൈനസ് ഇപ്പോഴത്തെ പ്രോഫിറ്റ് 2,50,000 ആണ്. അതും അതുപോലെ 15,000 എക്സിസ്റ്റിംഗ് ഷെയർസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു ഷെയറിൻ്റെ ഡിവിഡൻറ്റ് വരുന്നത് 5 rupees ആണ്. അപ്പോൾ 2,50,000 പ്രോഫിറ്റ് കിട്ടിയ ആ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ 15,000 ഷെയർസിന് 5 rupees വെച്ച് ഡിവിഡൻറ്റ് കൊടുക്കണം. അതിൻ്റെ ബാക്കി എമൗണ്ട് മാത്രമേ നമുക്ക് കമ്പനിക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ബാക്കിയുള്ള എമൗണ്ട് റീറ്റെയിൻഡ് പ്രോഫിറ്റ് ആയിരിക്കും. അത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിൽ ഇഷ്യൂ ചെയ്യേണ്ട എമൗണ്ട്, അഡീഷണൽ ഷെയർസിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നമ്പർ ഓഫ് ഷെയർസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, ആ ടോട്ടൽ എമൗണ്ടിന് ഒരു ഷെയറിൻ്റെ വാല്യൂ 135 ആണ്. അപ്പോൾ 135 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് അഡീഷണൽ ഷെയർസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഓഫ് ഷെയർസ് വരുന്നത് 2,407.4 ആണ് എമൗണ്ട് വരിക. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ വരുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ 2,407 നമ്പർ ഓഫ് ഷെയർസാണ് ഇനി നമ്മൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടി വരിക ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് മീറ്റ് ചെയ്യാൻ. അപ്പോൾ അത്രയും ഷെയർസ് നമ്മൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഷെയർസിൻ്റെ ഫ്യൂച്ചറിലെ വാല്യൂ വരുന്നത് എക്സിസ്റ്റിംഗ് ഷെയർസിന് നമ്പർ ഓഫ് ഷെയർസ് വരുന്നത് 15,000 ആണ്. പുതിയ ഷെയർസ് 2,407 ആണ്. അപ്പോൾ അതിൽ കറൻറ്റ് വരാൻ പോകുന്ന മാർക്കറ്റ് പ്രൈസ് വരുന്നത് 135 ആണ്. അപ്പോൾ 135 ഇൻറ്റു എക്സിസ്റ്റിംഗ് ഷെയർസ് 15,000ഉം ഫ്യൂച്ചർ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് 2,407 ആണ്. അപ്പോൾ ടോട്ടൽ രണ്ട് എമൗണ്ട് കൂടെ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്ത് അതിനെ 135 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 23 lakhs and 50,000 ആയിരിക്കും ഷെയർസിൻ്റെ ടോട്ടൽ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി ഡിവിഡൻറ്റ് പേ ചെയ്യുന്നില്ലെങ്കിൽ, ഡിവിഡൻറ്റ് കൊടുക്കുന്ന കേസിൽ നമുക്ക് ഈ D1 എന്നുള്ള വാല്യൂ മൈനസ് ചെയ്യേണ്ടതായിരിക്കും. ഇനി ഡിവിഡൻറ്റ് കൊടുക്കാത്ത കേസ് ആണെങ്കിൽ ഇക്വേഷൻ എല്ലാം സെയിം ആണ്. പകരം ഡിവിഡൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് D1 ഉണ്ടാവില്ല. അപ്പോൾ ഫ്യൂച്ചർ ഡിവിഡൻറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ആ 5 എന്നുള്ള എമൗണ്ട് നമ്മളിവിടെ മൈനസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ 5 ഡിവിഡൻറ്റ് കൊടുക്കാത്ത കേസിൽ 5 വേണ്ട, ഇവിടെ ഡിവിഡൻറ്റ് 0 ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ എമ്മിൻ്റെ വാല്യൂ കാണുമ്പോഴും ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ n × D1 അവിടെ D1 0 ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും സെയിം ഇക്വേഷനിൽ D1 മാത്രം ഒഴിവാകുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഇപ്പോൾ ഡിവിഡൻറ്റ് ഇല്ലാത്ത കേസ് ആകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ P1ൻ്റെ വാല്യൂ 140 വരും.
എമ്മിൻ്റെ വാല്യൂ 1785 വരും. പിന്നെ വാല്യൂ നോക്കുന്ന കേസിൽ 15,000 അഡീഷണൽ 1785 ആണ് വരിക. അപ്പോൾ അത് വെച്ചിട്ട് 140 വെച്ചിട്ട് നമ്മൾ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 23 lakhs and 50,000 തന്നെയാണ്. അപ്പോൾ ഡിവിഡൻറ്റ് കൊടുക്കുമ്പോഴും ഡിവിഡൻറ്റ് കൊടുക്കാത്തപ്പോഴും വരുന്ന വാല്യൂ സെയിം ആണ്. സോ നമുക്ക് പറയാം ഡിവിഡൻറ്റ് വാല്യൂവിനെ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ഡിവിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ വാല്യുവേഷനിൽ റിലവൻ്റ് അല്ല എന്നുള്ളതാണ് പറയുന്നത്.